ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒപ്പോയുടെ ലേറ്റസ്റ്റ് പ്രീമിയം മിഡ് റേഞ്ച് ഓഫറിംഗ് ആയിട്ടുള്ള R17 പ്രോയുടെ അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. ഒപ്പോ ഇത് മാർക്കറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 45,990, ഏകദേശം 46,000 രൂപയ്ക്കാണ് ഒപ്പോ ഇത് മാർക്കറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗ് റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ് ഒപ്പോ R17 പ്രോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ബാക്കിലായിട്ടൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ ഡ്യുവൽ സിം വെർഷനാണ്. നമുക്ക് ഡ്യുവൽ സിമ്മിനോടൊപ്പം, അതായത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും അപ് ടു 256 GB നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ഫോൺ മാറ്റി വെച്ചിട്ട് ബാക്കി ബോക്സിൽ വേറെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കാം. ഇത് നമ്മുടെ യൂഷ്വൽ പേപ്പർ വർക്ക്സ് അടങ്ങിയിട്ടുള്ള ഒരു ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് സിം ഇജക്ടർ ടൂൾ കാണാം, അതുപോലെ തന്നെ ഒപ്പോയുടെ വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ യൂസർ മാനുവൽ നമുക്ക് കാണാം. ഒപ്പോ R17 പ്രോയുടെ കൂടെ ഒരു ക്ലിയർ കേസ് ഒപ്പോ തന്നിട്ടുണ്ട്. നല്ലൊരു TPU കേസാണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേസാണ്. ഇനി ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടു, ഒരു വലിയൊരു സൂപ്പർ ബ്രിക്കാണ്, സൂപ്പർ വൂക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് സൂപ്പർ വൂക്ക് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറാണ്. ഇതാണ് നമ്മുടെ USB പോർട്ട് കണക്ട് ചെയ്യാനുള്ള സ്ഥലം. നമുക്കിതിൻ്റെ വാട്ട് റേറ്റിംഗ് നോക്കാം. വാട്ട് റേറ്റിംഗ് എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു വാട്ട് റേറ്റിംഗ് ആയിരിക്കും. ഔട്ട്പുട്ട് 5 വോൾട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 10 വോൾട്ട് 5 ആംപിയർ മാക്സ്. ഓ മൈ ഗാഡ്, 10 വോൾട്ട് 5 ആംപിയർ, ദാറ്റ് ഈസ് 50 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണത് ഈ ഒരു ബ്രിക്സോ. ഇത് നഷ്ടപ്പെടുത്താണ്ട് നോക്കണേ എല്ലാവരും. ഒരു പ്രീമിയം ഹെഡ്സെറ്റിൻ്റെ ഒരു ലുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒപ്പോ ഈ ഒരു ഹെഡ്സെറ്റിന്. നമുക്ക് എന്തായാലും ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള സ്ഥിതിക്ക് എന്തായാലും USB Type-C ആയിരിക്കും. യെസ്, നമുക്ക് കൺഫേം ചെയ്യാം, യെസ് USB Type-C തന്നെയാണ്. ഇനി നമുക്ക് ഹാൻഡ്സെറ്റ് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ എക്സ്റ്റേണൽ ഓവർവ്യൂ എന്നുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ്. നല്ല കയ്യിൽ നല്ല ഒതുക്കം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കിലായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം, ഒരു LED ഫ്ലാഷ് ഉണ്ട്. ഒപ്പം എൻ്റെ ബ്രാൻഡിങ് നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഫ്രണ്ടിലായിട്ട് നമ്മുടെ 25 മെഗാപിക്സൽ ഒരു ക്യാമറയുണ്ട്, സെൽഫി ക്യാമറ. ഇത് നമ്മുടെ മൈക്രോഫോണിൻ്റെ പോർട്ടാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം ബട്ടൺസ് കാണാം. ഏറ്റവും താഴെയായിട്ട് കണ്ടു സിം കാർഡ് ട്രേ ഉണ്ട്, നമുക്ക് സ്പീക്കർ ഉണ്ട്, അതുപോലെ USB Type-C പോർട്ട്. നമുക്ക് ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് മിസ്സിംഗ് ആണ് എനിക്ക് തോന്നുന്നു, അപ്പോൾ കൺവേർട്ടർ ഉണ്ടായിരിക്കണം. യെസ്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ. ഹെഡ്ഫോൺ ജാക്ക് മിസ്സിംഗ് ആണ്, സോ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനായിട്ട് USB Type-C കൺവേർട്ടർ ഉണ്ട്. ഇനി ഫോൺ നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കാം. യെസ്, സ്വിച്ച് ഓണായി വരുന്ന സമയത്തേക്ക് നമുക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കാം. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 6 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് OS 8.1 ഓറിയോ ആണ്. കളർ OS 5.2. ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 710, അതായത് സ്നാപ്ഡ്രാഗൺ 710ൻ്റെ ഒക്ടോക്കർ പ്രോസസ്സറാണ് ഈ പറയുന്ന ഒപ്പോ R17 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് മൈക്രോ SD കാർഡ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 120 GB വേർഷനാണ്, 120 GB 8 GB വേർഷനാണ്. അതുപോലെ മെയിൻ ക്യാമറ 12 മെഗാപിക്സലിൻ്റെ, അതുപോലെ തന്നെ 20 മെഗാപിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയുണ്ട്. അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ ചെയ്യുന്ന ഒരു തേർഡ് ക്യാമറയും ഉണ്ട് ബാക്കിലായിട്ട്. സോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിലുള്ളത്. നമുക്ക് ഡ്യുവൽ LED ഫ്ലാഷ് ലഭ്യമാണ്. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 25 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ്. നമുക്കത് 1080p at 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാം. മെയിൻ ക്യാമറ, അതായത് നമ്മുടെ ബാക്കിലുള്ള റിയർ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K റെസൊല്യൂഷൻ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് റെക്കോർഡിങ്ങിൽ. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും നമുക്ക് ലഭ്യമാണ്.
ഇതിൻ്റെ ക്യാമറ നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് 3700 mAh ഒരു ഹ്യൂജ് ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. കാരണം ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ നമുക്ക് ഈ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആവുന്നതാണ് സൂപ്പർ ബുക്ക് ഫ്ലാഷ് ചാർജ് ഉപയോഗിച്ചിട്ട്. സോ നമ്മുടെ Oppo R17 Pro ഓണായി വന്നിട്ടുണ്ട്. ഒപ്പോൻ്റെ ടിപ്പിക്കലായിട്ടുള്ള വോയിസ് തന്നെയാണ് നമുക്ക് കണ്ടാലറിയാം. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒപ്പോൻ്റെ ആ ഒരു കളർ വോയിസ്. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ എബൌട്ട് ഫോണിൽ പോയി നമുക്ക് OS വെർഷൻ നോക്കാം. ആൻഡ്രോയിഡ് വെർഷൻ കാണാൻ നിങ്ങൾക്ക് 8.1.0 ആണ്. പ്രോസസ്സർ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ SDM710 ഒക്ടാ കോർ ആണ്. റാം 8GB വേർഷൻ. അതുപോലെ ഡിവൈസ് സ്റ്റോറേജ് 120GB ആണ്. ഏകദേശം നമുക്ക് 108 GB ഫ്രീ ആണ്. സ്റ്റോറേജ് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. യെസ്, സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടു 128 GB 120GB വേർഷൻ ആണെങ്കിൽ സ്പേസ് ഏകദേശം 108 GB നമുക്ക് ഫ്രീ ആണ്. സോ വളരെ നല്ലൊരു ഹാൻഡ്സെറ്റ് തന്നെയാണ് Oppo R17 Pro ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ടോ, ഇതിന് പ്രോസസ്സറാണോ എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതാണ്. ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അവർ പറയുന്നുണ്ട് വളരെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ, അതായത് ഇതിനേക്കാൾ പ്രൈസ് കൂടിയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനേക്കാളും കൂടുതൽ നന്നായി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോഗ്രാഫി സാധ്യമാണ് എന്നാണ് Oppo അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഫോട്ടോസ് തന്നെയാണോ എടുക്കുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിൽ നോക്കാം. സോ മറ്റൊരു ഫോണിൻ്റെ അൺബോക്സിംഗ് റിവ്യൂവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ